god. Hi friends and welcome back to my channel. ഞാൻ എന്താണ് തലയെക്കൂടെ വാരിക്കോരി ഒഴിച്ചിരുന്ന് ഇറ്റിട്ട് വീഴണേന്നല്ലേ പറയാം ഗൈസ്. ഈ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിൽ കാണുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സ്വന്തം സവോളയില്ലേ, സവോള, അതിന്റെ നീരാണ്. ഒരു സവോളയുടെ നീരാണിത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സവോളയുടെ നീരിന് എന്തിനാണ് ഈ ഒരു കളർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കളർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ കുറച്ച് ചായ തിളപ്പിച്ചത്, ചായവെള്ളം തിളപ്പിച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ. ഓക്കെ, എന്തിനാണ് ഞാൻ ഈ തടിയിൽ വാരിക്കോരി ഒഴിക്കണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഹെയർ നല്ല ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണോ, ആൻഡ് ഹെയർ തിന്നിങ് കൺട്രോൾ ചെയ്യണോ, ഹെയർ ഫോള് കൺട്രോൾ ചെയ്യണോ, ഈ ഒണിയൻ ഓയിൽ യൂസ് ചെയ്താൽ മതി. ഒണിയനിൽ എന്താണ് മെയിൻ ആയിട്ട് വരാന്ന് പറയുന്നത്, നിങ്ങൾക്ക് സൾഫർ ആണ് മെയിൻ ആയിട്ട് ഒണിയനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൾഫർ കണ്ടന്റ് എന്താണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ ഹെയറിനെ, ഹെയർ ഫോളിക്കിൾസ് ഇല്ലേ, ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ആൻഡ് ഓൾസോ ഹെയറിന്റെ കൊളാജൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒണിയനിലുള്ള ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്, ആന്റി മൈക്രോബിയൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ബിൽഡപ്സ് കുറയ്ക്കാനായിട്ട്, അറ്റ് ദി സെയിം ടൈം സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസും ഡാൻഡ്രഫും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എല്ലാ പോർഷൻസിലോട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ലൈറ്റ് ആയിട്ട് ഹെയർ മസാജ് ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഹെയറിന്റെ സ്കാൽപ്പിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. ഓൾസോ നമ്മുടെ ഒണിയനിലുള്ള ഈ കണ്ടന്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹെയർ തിന്നിങ് കൺട്രോൾ ചെയ്യാനായിട്ട്, ഹെയർ ബ്രേക്കേജ് കുറയ്ക്കാനായിട്ട്, ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനായിട്ട്, ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെയറിന് ഇത്രയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഈ സംഭവം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്, ഞാൻ ഈ കാണിച്ച ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഒരു മീഡിയം സൈസ് ഒനിയന്റെ ജ്യൂസ് വിത്തൗട്ട് ആഡിങ് വാട്ടർ, വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ എടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചായയിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒണിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക്, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം, പക്ഷേ ഒരു 2 to 3 days നമുക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് എന്റെ സജഷൻ. ഫ്രഷ് ആയിട്ട് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങളത് വീക്ക്ലി 2 to 3 times യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇൻ മൈ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ആയിട്ട് നമ്മൾ സ്കാൽപ്പിലോട്ട് ഈ ഒരു സംഭവം ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹെയർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒണിയൻ ജ്യൂസ് പ്ലസ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള പോലെ ചായല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒണിയൻ ജ്യൂസ് പ്ലസ് ഹണി ആഡ് ചെയ്തിട്ട് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒണിയൻ ജ്യൂസ് പ്ലസ് ആലോവേര ജെല്ലില്ലേ, അത് വേണമെങ്കിൽ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല വേസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒണിയൻ ജ്യൂസ് പ്ലസ് കോക്കനട്ട് ഓയിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഏറ്റവും അധികം വർക്കായിട്ടുള്ളത് ആ ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ വേറൊരു ഓയില് ഹെയറിൽ അപ്ലൈ ചെയ്ത്, സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഒനിയന്റെയും ആൻഡ് ഈ ചായയുടെയും ടോണർ പോലെയാണ് ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഈ ഒരു ഒനിയന് ഇത്രയധികം റിസൾട്ട്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മാസ്കില് അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു സംഭവം. സൾഫർ എന്ന് പറയുന്നതും ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് റിച്ച് ഇൻ സൾഫർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒനിയൻ എന്ന് പറയുന്നത്. നിങ്ങളത് വീക്ക്ലി 2 or 3 times യൂസ് ചെയ്യുക, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, ആൻഡ് 15 to 20 minutes മസാജ് ചെയ്യുക. മിനിമം 30 minutes to 1 hour എങ്കിലും നമ്മൾ മിനിമം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും നന്നായിരുന്നു. അതിനുശേഷം വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കഴുകിക്കളയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ വെച്ച് കഴുകുക. അതായത് സൾഫേറ്റ് ഫ്രീ ആൻഡ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ബിക്കോസ് അന്ന് ഭയങ്കര ഓവർ കെമിക്കൽസ് ഉള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണറിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസ് ഞാനിവിടെ കൊടുക്കാം. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാൻ ചാൻസ് കുറവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കിട്ടുന്ന ഷാംപൂസിന്റെയും കണ്ടീഷണേഴ്സിന്റെയും പിക്സ് ഞാൻ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും വേറെ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഷാംപൂസിന്റെയും കണ്ടീഷണേഴ്സിന്റെയും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അധികം കെമിക്കൽസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ റിസൾട്ട് എക്സാക്ട് കിട്ടും. ഓക്കെ,
ഇതിന്റെ ഫാസ്റ്റസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി 2 to 3 ടൈംസ് എങ്കിലും മിനിമം യൂസ് ചെയ്യണം. മിനിമം 3 months എങ്കിലും കണ്ടിന്യൂസ്ലി ഒരു സംഭവം യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒനിയൻ മാസ്ക് അല്ലെങ്കിൽ ഒനിയൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഈ ഒരു ടോണ്ടർ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യാണ്ട് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ എൽബോസിന്റെ ഇന്നർ എൽബോസിന്റെ അവിടെയായിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ട് മിനിമം 24 hours അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിടാനായിട്ട് ട്രൈ ചെയ്യുക. അവിടെ എന്തെങ്കിലും ഇച്ചിങ്ങോ റെഡ്നെസ്സോ റാഷസോ എന്തെങ്കിലും കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തോട് തിരിഞ്ഞു നോക്കണ്ട. മോസ്റ്റ് ഓഫ് ദി എല്ലാവർക്കും ഒനിയൻ അങ്ങനെ അലർജി ഉള്ളവരായിരിക്കില്ല, പക്ഷെ റെയർ കേസസിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട. ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് റിയലി മസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിന്റെ ബെറ്റർ ഫാസ്റ്റ് ആൻഡ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്ക്ലി 2 to 3 ടൈംസ് എങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മിനിമം 2 ടൈംസ് എങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂക്കോം വാട്ടറിൽ ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ കഴുകരുത്, ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട് അത് പോവുള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കണം കേട്ടോ ഇതിന്റെ ഭാഗത്തോട്ട്. നോ ഡോണ്ട് തിരിഞ്ഞു വരരുത്. ഓക്കെ, പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് മെസ്സിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷവർ കാപ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ആ ഒരു ഹീറ്റ് വരുമ്പോൾ കുറച്ചും കൂടി ഈസിലി നമ്മുടെ സ്കാൽപ്പിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പെനിട്രേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് 100% ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ കവർ ചെയ്തൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. കുറച്ച് റിസൾട്ട് കുറവുണ്ടാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഷവർ കാപ്പ് മേടിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ നിൽക്കണ്ട. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിർബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഷുവർ ആണ്. ഇറ്റ് വിൽ വർക്ക്സ് ലൈക്ക് മാജിക്. എനിക്കത് 100% ഷുവർ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. മിനിമം 1 month എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും വന്ന് കമന്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും മോർ വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ആൻഡ് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.